എല്ലാ പൈശാചിക ബാധയുടെയും ഒരടിസ്ഥാനം എന്ന് പറയാം. അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ ഒരു കാരണം, ചില അടിസ്ഥാന ഘടകങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതിന് ബോൽബലമാക്കുന്ന ആയത്ത് ഈ ആഴ്ച പറയാമെന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് തുടങ്ങുന്നത്. ശ്രദ്ധിക്കുക. ഒരാൾക്ക് പിശാച് കയറണമെങ്കിൽ അതിനതിൻ്റെതായ കാരണം ഉണ്ടായിരിക്കും. എന്തുകൊണ്ട്? നൂറിനാൽ നിറക്കപ്പെട്ടവനാണ് മനുഷ്യൻ. നൂറിനാൽ നിറക്കപ്പെട്ട മനുഷ്യനെ കീഴ്പ്പെടുത്താൻ പിശാചിന് കഴിയൂല. പിന്നെ അതിനൊരു കാരണം ഉണ്ടായിരിക്കും. ആ കാരണത്തിൻ്റെ ഒരു ബേസ്മെന്റ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളായി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇനി ആവർത്തിക്കൂല. ഇന്ന് അതിന് ആയത്ത് പറയാം. സുഖറുഫ് അധ്യായത്തിൻ്റെ 36, 37, 38 ആയത്തുകൾ നോക്കുക. ഇതൊരു ഗൗരവമുള്ള വിഷയമാണ്. കൂടോത്രം, ഇതൊക്കെ നമുക്ക് കൂടോത്രം, ജിന്ന്, ഷെയ്ത്താന്, ഇതൊക്കെ ഫലിക്കാനുള്ളതിൻ്റെ അടിസ്ഥാന കാരണമാണ് സുഖറുഫ് അധ്യായത്തിൻ്റെ 36, 37, 38 ആയത്തുകൾ. ഒന്ന് നോക്ക്. ഒരാളൊരു കൂടോത്രം ചെയ്താൽ നമുക്ക് ഫലിക്കുന്നു. എന്തുകൊണ്ട്? എവിടെയെങ്കിലും നമ്മളൊരു രാത്രി താമസിച്ചാൽ പിശാച് നമ്മുടെ കൂടെ വരുന്നു. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് നമുക്കിത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? എന്താണ് ഈ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനം? ഇതാണ് ഈ ആയത്ത്. അത് ശരിക്കും മനസ്സിലാക്കണം. ഈ ആയത്തിനെ കൊണ്ട് നടക്കുന്ന ഉരുവിട്ടാൽ പോരാ, അത് മറക്കരുത്. എങ്കിൽ ഉള്ള പിശാച് പോവുകയും ചെയ്യും. പുതിയ ഒരു പിശാചിനെ കയറാനും കഴിയില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يعش عن ذكر الرحمن نقيض له شيطانا فهو له قرين وإنهم ليصدونهم عن السبيل ويحسبون أنهم مهتدون حتى إذا جاءنا قال يا ليت بيني وبينك بعد المشرقين فبئس القرين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. നമ്മൾ നല്ലോണം ചിന്തിക്കണം. ഏതെങ്കിലും മൂലയരെ തലയെ കെട്ടിട്ട് കാര്യമല്ല. ഒരു മൂലയർക്കും പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. വെറുതെ വിട്ടിത്തരം പറഞ്ഞു നടക്കണം. ഒരു മൂലയെടുത്ത് ഒരു കാര്യമില്ല, ഒരു തങ്ങളെടുത്ത് ഒരു കാര്യമില്ല. തങ്ങൾക്ക് തങ്ങളെ കാര്യം നോക്കാം, മൂലയർക്ക് മൂലയുടെ കാര്യം നോക്കാം. എൻ്റെ കാര്യം ഞാൻ നോക്കണം, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാം. ഇത് വളരെ കറക്റ്റായി റെഡിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يعش عن ذكر الرحمن نقيض له شيطانا فهو له قرين وإنهم ليصدونهم عن السبيل ويحسبون أنهم مهتدون حتى إذا جاءنا قال يا ليت بيني وبينك بعد المشرقين فبئس القرين. ومن ഏതൊരാൾ യഅ്ശു ജീവിക്കുകയാണെന്നിരിക്കട്ടെ, അൻ ദിക്രി റഹ്മാൻ എല്ലാം ഒരുക്കി തന്ന ഒരു മഹാനായ രക്ഷിതാവായ പരമകാരുണികനായ അവൻ്റെ ഓർമ്മയെയും വിട്ട് ഒരാൾ ഒരടി മുന്നോട്ട് പോയാൽ നുഖയ്യിദ് ലഹു അവൻ നാം ഏർപ്പെടുത്തി കൊടുക്കും ഷൈത്താനൻ ഒരു പിശാചിന്. ഫഹുവ ആ പിശാച് ലഹു ഇവന് ഖരീൻ എന്നും കൂട്ടുബന്ധമായിരിക്കും. എന്നോ നമ്മൾ അല്ലാഹുവിനെ ഒഴിവാക്കിയതാണ് പിശാച് കയറാൻ കാരണം. അതിനെ പറിച്ച് നമ്മൾ ഒഴിവാക്കണം. അതിന് ചെറിയ ഒരു പണി വേണമെങ്കിൽ ചികിത്സാരിക്ക് ചെയ്യാൻ കഴിഞ്ഞേക്കും. ചികിത്സാരി സ്വാലിഹാണെങ്കിൽ. നമ്മളെ കുപ്പായത്തിൽ ചെളി ഉണ്ടായിരിക്കവേ പാടത്തുനിന്ന് വരുന്ന പോത്തിനെയാണ് ചാരിയതെങ്കിൽ അപ്പോത്തിൻ്റെ ചെളിയും കൂടെ അങ്ങോട്ട് കൂടുകയും ചെയ്യും. ഒമൻ ഏതൊരാൾ. അപ്പോൾ ഏട്ടൻ്റെ പെണ്ണുങ്ങൾ സീർ ചെയ്തതല്ല, ഏട്ടൻ്റെ പെണ്ണല്ല, മൂട്ടൻ്റെ പെണ്ണ് ചെയ്താലോ ഒരു ചുക്കും പറ്റൂല. നമ്മൾ നേരായി ഒഴിക്കണമെങ്കിൽ മൂത്താപ്പാൻ്റെ പെണ്ണുങ്ങളെ എന്തിനാണ് ചീത്ത പറയുന്നത്? മൂത്താപ്പാൻ്റെ പെണ്ണുങ്ങൾ സീർ ചെയ്തതാണ്, ഏട്ടൻ്റെ പെണ്ണുങ്ങൾ സീർ ചെയ്തതാണ്, അവർ ചെയ്തതാണ്, അമ്മായി ചെയ്തതാണ്, അമ്മോഷൻ ചെയ്തതാണ്, അമ്മായി കാക്ക ചെയ്തതാണ് എന്ന് പറഞ്ഞ് നടക്കുക. അങ്ങനെ പറയുന്നവരെ കൊണ്ട് എൻ്റെ ഫോൺ നിറഞ്ഞെടുക്കുക. ഞാനിനി ഫോൺ എടുക്കൂല, നേർച്ചയാക്കിയാലോ എന്ന് പോലും ഇന്നലെ ഒരു ദിക്ർ ചെല്ലാൻ നേരം കിട്ടിയില്ല. ഞാൻ സാധാരണ എൻ്റെ പണികളൊക്കെ ഞാൻ നടത്താൻ മൂത്തേർത്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുന്ന് മൂത്തേർത്ത് പോകുമ്പോൾ
എൻ്റെ പണി അങ്ങനെ നടക്കും. ഇവിടെ വന്നാൽ പണി ഉണ്ടാവും. അപ്പോൾ ഈ യാത്ര ചെയ്യുക. ഒരു ഫോൺ എടുത്തു പോയാൽ അത് വെച്ച അടുത്ത ഫോൺ വരും. എന്താ വരുന്നത്? എൻ്റെ മുത്താപ്പ് ഷെയർ ചെയ്തു, അമ്മായിക്കാക്ക ഷെയർ ചെയ്തു. ഒരു മുത്താപ്പ് ഷെയർ ചെയ്തിട്ട് പേടിക്കണ്ട. മുത്താപ്പ് ഷെയർ ചെയ്യും, അമ്മായിക്കാക്കയും ഷെയർ ചെയ്യും. ഉറപ്പ്, അതിന് പേടിക്കണ്ട. നിന്റെ പ്രശ്നം നിനക്ക് പ്രൊട്ടക്ഷൻ നഷ്ടപ്പെട്ടോ ഇല്ലേ എന്നതാണ്. നിനക്ക് ബുള്ളറ്റ് പ്രൂഫാണ് എങ്കിൽ ഏത് വെടി വെച്ചാലും കൊള്ളൂല. നിനക്ക് ബുള്ളറ്റ് പ്രൂഫാക്കാനുള്ള അവസരം റബ്ബ് തന്നു. ഇത് മുഅ്മിനാവുക. വമൻ ഏതൊരാൾ യഅ്ശു ജീവിക്കുകയാണെന്നിരിക്കട്ടെ അൻ ദിക്രി റഹ്മാൻ റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ള ചിന്തയെ തൊട്ട്, അല്ലാതെ പെറുപെറുന്ന് ദിക്റല്ല. അങ്ങനെ വിചാരിക്കണ്ട. അവസാനം ബിരിയാണി കൊടുക്കണ പരിപാടിനെ പറ്റി അല്ല പറയുന്നത്. നമ്മൾ 1000 ദിക്റും പിന്നെ കഴിഞ്ഞിട്ടുള്ള ബിരിയാണി ഉണ്ടല്ലോ, അതല്ല. അതിനൊക്കെ കുതിരകളി എന്ന് പറയുന്നത്. തെറ്റാന്ന് പറയല്ല, ശരിയാന്നും പറയല്ല. അതൊന്നും ഇതല്ല. അതിന് തെറ്റുണ്ട് എന്ന് പറയല്ല. അതിൽ എത്രത്തോളം അതൊന്നും എനിക്കറിയില്ല. പണ്ടൊന്നും ഇതൊന്നും ഇല്ല. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഈ ജാതി ഒന്നുമില്ല. എൻ്റെ കുട്ടിക്കാലത്ത് ദിക്ർ മജ്‌ലിസോ ദുആ സമ്മേളനങ്ങളോ ഇല്ല, ഒന്നുമില്ല. 5 വക്ത് നിസ്കരിക്കും, പാടത്ത് പണിയെടുക്കും, അങ്ങനെ ജീവിച്ചു. ഇപ്പൊ ദിക്ർ പരിപാടി അല്ലാത്തൊരു പരിപാടിയും ഇല്ല. എല്ലായിടത്തും ദിക്ർ പരിപാടിയാണ്. പേരിലൊന്നും വെച്ചിട്ടില്ലെങ്കിലും കുടുങ്ങൂല. പെണ്ണുങ്ങളെയും കുട്ടികളെയും മോട്ടോർ സൈക്കിളും കയറ്റിയിട്ട് ഒന്നിങ്ങനെ അടിച്ചിട്ടാൽ മതി. എവിടെയെങ്കിലും ഒരു ദിക്ർ ഉണ്ടാവും. ദിക്ർ കഴിഞ്ഞാൽ ബിരിയാണി ഉണ്ടാവും. ബിരിയാണി ഇല്ലെങ്കിൽ പിന്നെ പോകൂല. ഒക്കെ ഒരു കളിയാണ്, എല്ലാം കളിയാണ്. അതല്ല ദിക്റുർ റഹ്മാൻ. ദിക്റുർ റഹ്മാൻ എന്ന് ഇവിടെ എന്തിനാ റഹ്മാൻ എന്ന വാക്ക് ഉപയോഗിച്ചതെന്ന് അറിയാം നമുക്ക്? എന്താ ഇവിടെ ദിക്റുല്ലാ എന്ന് ഉപയോഗിച്ചുകൂടായിരുന്നു? ഇവിടെ ദിക്റുല്ലാ എന്ന് ഉപയോഗിക്കാനോ, ദിക്റുൽ അസീസ് എന്ന് ഉപയോഗിക്കാനോ, ദിക്റുൽ ജബ്ബാർ എന്ന് ഉപയോഗിക്കാനോ, ദിക്റുൽ ഖഹാർ എന്ന് ഉപയോഗിക്കാനോ? എന്താ ഇവിടെ ദിക്റുർ റഹ്മാൻ എന്ന് ഉപയോഗിച്ചത്? ഈ ലോകത്ത് തുടക്കം മുതൽ ഒടുക്കം വരെ അനുഗ്രഹം മാത്രം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് ഒരുത്തൻ. അവന്റെ പേരാണ് റഹ്മാൻ. നീ ഒന്ന് കണ്ണ് തുറന്നാലും കണ്ണടച്ചാലും അവന്റെ അടയാളം നിനക്ക് ലഭ്യമാണ്. അപ്പോൾ അവനെ ഓർക്കാതിരിക്കാൻ നിനക്ക് പറ്റൂല. അങ്ങനത്തെ അവനെ നീ ഓർത്തില്ല. ദിക്റുൽ മലിക്കല്ല, രാജാവ്. രാജാവാന്നുള്ള പിന്നെ ആലോചിക്കണം. മാലിക്കുൽ മുൽക്ക് അതുമല്ല. എപ്പോഴാണ് ഒരു കുടുംബത്തിന് കൂടോത്രം ഫലിച്ചത്? എത്ര പട ഫലിച്ചത്? അവർ അള്ളാഹുവിനെ മറന്നു. എന്തെങ്കിലും പ്രശ്നം? കാസർഗോഡ് നിന്ന് വന്നവരിവിടെ ഉണ്ടാവും, തൃശ്ശൂരിൽ നിന്ന് വന്നവരോട് ഉണ്ടാവും. ഉണ്ട്, എനിക്കറിയാം. കാസർഗോഡ് നിന്ന് വന്നവരോടുണ്ട്. എന്തെങ്കിലും പ്രശ്നം? പ്രശ്നം എൻ്റെ പ്രശ്നം ഉണ്ടാവും. ഒരൊറ്റ പ്രശ്നം. ഒരു ദിവസം നമ്മൾ റബ്ബിനെ മറന്ന് ജീവിച്ചു.